കേസുമായിട്ട് മുന്നോട്ട് പോകണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാത്രി ഒരു 9 മണിക്ക് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ് എന്നെ. പിന്നെ മകളിങ്ങനെ മർദ്ദനമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട് ഒരു വെളുപ്പിന് ഒരു 1:30 മണിക്ക് അവിടെ ചെന്നു. അവൾ അഡ്മിറ്റാണ്. അപ്പോൾ നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്, പിന്നെ കണ്ണിനൊരു പരിക്കുണ്ട്, പിന്നെ തലക്ക് ഇങ്ങനെ ഇടിച്ചതിൻ്റെ വേദനയും അതിൻ്റെ മുഴപ്പുണ്ട്. മറ്റ് ചികിത്സകളൊന്നും തേടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ അതിൻ്റെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു, എക്സ്റേ എടുക്കണം, അങ്ങനെയുള്ള 2-3 ടെസ്റ്റ്. അപ്പോൾ അതൊന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാഹുലിൻ്റെ അമ്മ അളിയനൊക്കെ അവിടെ ഉണ്ട്, എന്നിട്ടും അത് ചെയ്തില്ല. അപ്പം ഞാൻ ചെന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. അതിനുശേഷം പിറ്റേന്ന് ഇന്നലെ രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നേരെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു, ഇങ്ങനെ അവളുടെ സർട്ടിഫിക്കറ്റും ഡ്രസ്സും ഒക്കെ, ചെരുപ്പ് പോലും ഇല്ല കയ്യിൽ, എടുക്കണം എന്ന് പറയും. അതിന് പോലീസിൻ്റെ ഒരു സഹായം വേണം എന്ന് പറയും. അപ്പോൾ അവർ അതിന് തയ്യാറായി. അങ്ങനെ അവരൊരുമിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്ന് വെച്ചാൽ അത് വാതിൽ തുറക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം എന്ന് വെച്ചാൽ അവരെന്തോ ചെയ്ത് വെച്ചേക്കണതമ്മ, എന്നാൽ അമ്മ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ആശാരിനെ വിളിച്ചിട്ടൊക്കെയാണ് അത് വാതിലൊക്കെ തുറക്കേണ്ടി വന്നത്. അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവളുടെ മൊബൈൽ തല്ലി തകർത്തിട്ടേ, അതാണ് ആദ്യം കാണുന്നത്. പിന്നെ ഡ്രസ്സും സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. അപ്പം മകൾ വീട്ടിലുണ്ട്. അപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഈ വായ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നതിന്, പിന്നെ ആഹാരം കഴിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ലിക്വിഡായിട്ടുള്ള ആഹാരം കൊടുക്കുന്നത്. അതാണ് ഇന്നലെ ഉണ്ടായ സംഭവം. പിന്നെ ഇതിക്ക് മുമ്പ് എന്ന് വെച്ചാൽ കോടതി ഇടപെട്ടതാണ്, ഹൈക്കോടതി ഇടപെട്ടതാണ്. അവർ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ കോടതി അതിന് അനുവദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കോടതി അത് അനുവദിച്ചപ്പോൾ അവർ ജീവിക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. കാരണം ഇന്നലെ വരെ എന്തെല്ലാം സംഭവം ഉണ്ടായാലും അവർ പ്രായപൂർത്തിയായവരാണ്. അവർക്ക് വീണ്ടും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ കോടതിക്കോ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്കോ അതിൽ ഇടപെടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവർ ജീവിച്ച് കുടുംബത്തെയും നാട്ടുകാരെയും ആളുകളെയും കാണിക്കട്ടെ, നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ വീണ്ടും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അതിൽ അതിയായ ദുഃഖമുണ്ട്. ഇനിയിപ്പോൾ മകൾ അവൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും ക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റവും മർദ്ദനവും ഇനി ഏറ്റുവാങ്ങാൻ അവൾ തയ്യാറല്ല. കാരണം അവൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിരിക്കുന്നു. അവൾ നേരത്തെ എന്ന് വെച്ചാൽ മൊഴി മാറ്റി പറഞ്ഞല്ലോ. അത് എന്ന് വെച്ചാൽ ഇവളെ ഒരുപാട് സന്തോഷിപ്പിച്ചും വശത്താക്കിയും ഒക്കെ ഉള്ള സംസാരങ്ങൾ സംസാരിച്ചു അവളെ അവരുടെ അടുക്കലേക്ക് എത്തിക്കുകയായിരുന്നു. എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്വഭാവം മാറി. പിന്നെ അവർ പറയുന്നത് പോലെ ഇവൾക്ക് പറയേണ്ടി വന്നു. എന്നുവെച്ചാൽ ആ ചാനലിൽ ഒരു 47 മിനിറ്റാണ് അവൾ സംസാരിക്കുന്നത്. അങ്ങനെ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്തേക്ക് മാത്രം ഇവൾ നോക്കി ഇങ്ങനെ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളെ ചിലപ്പോൾ പെട്ടോന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നി. വേറെ പലരും എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഒരു വശത്തേക്ക് മാത്രം ഇങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതും അവൾ പിന്നീട് പറഞ്ഞതും അവർ എഴുതി കാണിച്ചു കൊടുക്കുകയായിരുന്നു, പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കുടുംബത്തിനെതിരായിട്ട് പോലും അവൾക്ക് പറയേണ്ടി വന്നത്. അതിൽ അവൾക്ക് അതിയായ ദുഃഖമുണ്ട്, മാനസിക ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഒരു പ്രേരണയാണ് അവൾക്കങ്ങനെ. കാരണം എന്ന് വെച്ചാൽ അവന് ഇനി രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം കേസ് അവനെതിരായിരുന്നു, ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എതിരായിരുന്നു, പിന്നെ മറ്റൊരു വിവാഹം അവൻ കഴിച്ചിട്ടുണ്ട്, അത് ഡിവോഴ്സ് ആയിട്ടില്ല. അപ്പോൾ കേസ് അവന് തികച്ചും എതിരാണ്. പിന്നെ അവൻ എടുത്ത ഒരു മാർഗമാണ് ഇവളെ കസ്റ്റഡിയിലെടുക്കുകയും ഇങ്ങനെ മൊഴി മാറ്റിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതനുസരിച്ചിട്ടാണ് കോടതിയിൽ അവർ റിട്ട് ഹർജി കൊടുത്ത് കോടതി അത് അംഗീകരിച്ചു. ഞാനും അത് അംഗീകരിച്ചു.
കാരണം കോടതി ധിക്കരിക്കേണ്ട, അവരെയും ഞാൻ ധിക്കരിച്ചില്ല, അവർ ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ വീണ്ടും സംഭവിച്ചിരിക്കുന്നു. ഇനി ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു. അവൾ M.Tech കഴിഞ്ഞതാണ്. തിരുവനന്തപുരത്ത് ടാറ്റ എലക്സി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ, നല്ല കമ്പനിയാണ്, അതിൽ അവൾ സീനിയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആ ജോലി ഇവൻ റിസൈൻ ചെയ്യിപ്പിച്ചു. അത് അവൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ കമ്പനി തന്നെ അവളെ തിരിച്ചെടുത്താൽ, അല്ലെങ്കിൽ മറ്റൊരു ജോലി അവൾക്ക് കിട്ടിയാൽ അവൾക്ക് മാനസികമായിട്ട് ഒരു മോചനം കുറച്ചെങ്കിലും ഉണ്ടാവുമെന്ന് അവളും ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആരെങ്കിലും സഹായിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഒരു സഹായം അതിന് വേണം.